സാർ, ഇന്നിപ്പോൾ വിപണിയിലേക്ക് നോക്കുമ്പോൾ വ്യാപാരം ആരംഭിച്ചത് തന്നെ നേരിയ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലവിലൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 22,346 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യ അരമണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും 22,289.4 എന്നൊരു നിലവാരം വരെ ഇടിയുന്ന സ്ഥിതിയും കാണുന്നുണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ മോർണിംഗ് സെഷനിൽ ഒരു അല്പം വീക്ക്നെസ് കണ്ടെങ്കിലും അതിനെ തുടർന്ന് നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഇന്ന് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 22,450 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു മുന്നേറ്റം ഇന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ 47,857 എന്നുള്ളൊരു നിലവാരത്തിലാണ് നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 276 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം, 0.5% കൂടുതൽ ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് എത്തിയിട്ടുണ്ട്. അനലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത് ഒരു കൺസോളിഡേഷൻ മോഡിന് ശേഷം നിഫ്റ്റിയെ മറികടന്നുള്ള ഒരു പെർഫോമൻസ് നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യതയാണ്. ആ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ടോ? എങ്ങനെയായിരിക്കും നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് ഇനി മുന്നോട്ടേക്കുള്ള ഒരു പെർഫോമൻസ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്ന് അട്ടിങ്ങിൽ തന്നെ നല്ലൊരു തുടക്കം കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്ന് തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം നൽകും. ഞാൻ ഇന്ന് കാലത്തെ മാർക്കറ്റ് പ്ലസിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ബാങ്കിങ് ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് HDFC ബാങ്ക്, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, ഈ സ്റ്റോക്സ് ആയിരിക്കും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ റിവ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ 0.89% ഇടിവിൽ 1037.6 എന്ന നിലവാരത്തിലാണ്. ജനുവരി 14 രേഖപ്പെടുത്തിയ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 1310 ശേഷം വലിയ തോതിലൊരു വിൽപ്പന സമ്മർദ്ദം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചോളമണ്ഡലം ഫിനാൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ NBFC നോൺ ബാങ്കിങ് ഫൈനാൻസ് സ്പേസ് നോക്കുമ്പോഴേക്കും ഒരു ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ചോളമണ്ഡലം ഫിനാൻസ്, ബജാജ് ട്വിൻസ്, അതുപോലെ തന്നെ L&T ഫൈനാൻഷ്യൽ ഹോൾഡിംഗ്, ഇതിലൊക്കെ തന്നെ നമുക്ക് ഒത്തിരി വീക്ക്നെസ് കാണുന്നുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് ഒരു ബൈയിങ് ചാൻസും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബെറ്റർ ടു അവോയ്ഡ് ലോങ് പൊസിഷൻസ് ഇൻ ദിസ്. പ്രദീപ് സർ, ഇന്നിപ്പോൾ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഒരു സർവകാല ഉയരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. 9,292 എന്നുള്ളൊരു നിലവാരം ടച്ച് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 5 സെഷനിലായിട്ട് മികച്ച നേട്ടം നൽകുന്ന ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ടാറ്റ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള സാറിന്റെ വ്യൂ എങ്ങനെയാണ്? ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഒത്തിരി നേട്ടം നൽകി കഴിഞ്ഞു. ഫെബ്രുവരിയിൽ നമുക്ക് കാണാവുന്ന ബോട്ടം ഇതിൽ 5,200 രൂപയായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദ സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. ഈ കറണ്ട് ലെവൽസിൽ നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് ടേക്കിംഗ്, അത് വിറ്റ് മാറുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. സർ, അതിനോടൊപ്പം തന്നെ IRFCയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 1.5% ഇടിവിൽ 142.55 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2024 ജനുവരി 23 രേഖപ്പെടുത്തിയ 192.8 എന്നൊരു നിലവാരമാണ് കമ്പനിയുടെ ഒരു ഓഹരിയുടെ ഓൾ ടൈം ഹൈ എന്നും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തുടർച്ചയായിട്ട് അതിനുശേഷം ഏകദേശം 1.5 മാസമായിട്ട് വലിയ തോതിൽ ഇടിവ് തന്നെയാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇടിവിനെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധിക്കുമോ? സ്റ്റോക്കിന്റെ കറക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ബട്ട് ഐ തിങ്ക് വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദാറ്റ് സെല്ലിംഗ് സൈക്കിൾ. സോ നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ഈ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിലും ശ്രദ്ധിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ 160 രൂപയായിരിക്കണം. 160ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഒരു 20-25 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മഹാനഗർ ഗ്യാസിന്റെ ഓഹരികൾ ഒരു വലിയ ഇടിവിലേക്ക് പോയിട്ടുണ്ട്. 12% നിലവിൽ രേഖപ്പെടുത്തുന്ന ഇടിവ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി ബ്രോക്കറേജ് ഈ ഒരു സ്റ്റോക്കിന് ഒരു സെൽ കോൾ നൽകിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു ഇടിവാണോ ഇത്? കാരണം ഇയർ ടു ടിൽ ഡേറ്റിലും മികച്ച ഒരു നേട്ടം നൽകിയ സ്റ്റോക്കാണ് മഹാനഗർ എന്ന് പറയുന്നത്. മഹാനഗറിന്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? മഹാനഗർ ഗ്യാസ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ സൈഡ്വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഡിസംബർ മാസത്തിൽ 1040 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ റെക്കോർഡ് ഹൈ ലെവൽ 1560 രൂപ വരെ എത്തിയിരുന്നു. സോ അതിനെ തുടർന്ന് സ്റ്റോക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇന്നത്തെ ഒരു ട്രെയിനിങ് സെഷനിൽ സാറിന്റെ ഫോക്കസിലുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ്? സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ജിയോ ഫൈനാൻഷ്യൽ. എനിക്ക് തോന്നുന്നത് ജിയോ ഫൈനാൻഷ്യൽസിൽ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇന്നലെ നമുക്ക് മികച്ച നേട്ടം നൽകിയ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, IOB, ഇതിൽ എൻ്റെ ഫോക്കസ് തീർച്ചയായിട്ടും ഉണ്ട്. HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് ആൻഡ് ഇൻഡസ്ഇൻഡ് ഫസ്റ്റ് ബാങ്ക് ഞാൻ തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മറ്റ് ചില സ്റ്റോക്സ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഇസ് അഗെയിൻ ദ അഡാനി ഗ്രൂപ്പ് ഷെയർസ്. സോ നിഫ്റ്റി 50 മുന്നേറുന്നുണ്ടെങ്കിൽ താമസിക്കാതെ തന്നെ അഡാനി സ്റ്റോക്സിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുമെന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് കൂടാതെ നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ തിരിച്ച് ഇപ്പോൾ ഫോക്കസ് കൊടുക്കാൻ തുടങ്ങാം. അതിൽ ഇർക്കോൺ, IRFC, ജൂപ്പിറ്റർ വാഗൻസ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത്. മാനുഫാക്ചറിങ് സ്പേസ് എന്ന് എനിക്ക് തോന്നുന്നത് KPR മിൽസിൽ ദ സെല്ലിംഗ് പ്രഷർ ഇസ് കംപ്ലീറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.